അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ഉലാസയുടെ 13ാമത്തെ ക്ലാസ്സാണ്. കൈ മുട്ടോട് കൂടി കഴുകലാണ് ഇന്നത്തെ വിഷയം. മിർഫക്കൈഹി അസ്ലുൽ യദൈഹി, രണ്ട് കൈയും കഴുകലാണ്. മിർഫക്കൈഹി, മുട്ടോട് കൂടി, രണ്ട് കൈയും മുട്ടോട് കൂടി കഴുകുക. അപ്പോൾ രണ്ട് കൈയും കഴുകണം. വലത് കൈയും ഇടത് കൈയും മുട്ടോട് കൂടി കഴുകണം. വയജിബു, നിർബന്ധമാകും. അസ്ലു, കഴുകണം. ജമീൽ മാഫി മഹല്ലിൽ ഫർളി, ഫർളിൻ്റെ മഹല്ലിലുള്ളതായ മുഴുവനത്തെയും കഴുകണം. അത് നിർബന്ധമാണ്. മിൻ ഷെഹരി വലൂഫിരി, അവിടെയുള്ളതായ രോമങ്ങൾ കഴുകണം. അവിടെ ഉള്ളതായ നഖങ്ങളും കഴുകണം. ഇനി ഒരാൾ കയ്യിലുള്ള രോമം വളരെ നീണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ നഖം മുറിക്കാതെ നീണ്ടതാണെങ്കിലോ അങ്ങനെയാണെങ്കിലും വൈൻ തോല, മുടിയും നഖവും എന്നിവ നീണ്ടാലും അവിടെ മുഴുവനും കഴുകൽ നിർബന്ധമാണ്. അതേ പ്രകാരം തന്നെ വസലാത്തി, സലാത്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തൊലിയുടെയും ഫർജിൻ്റെ ഇടയിൽ നിന്നും പുറപ്പെടുന്ന ഒന്ന്. അതിന് അർത്ഥം കാണാം. മുഴ, ശരീരത്തിൽ നിന്ന് ഒരു മുഴ ഉണ്ടായി, ആ മുഴ ഒക്കെ കഴുകൽ നിർബന്ധമാണ്. വസ്ബൈ റാബിയൈഹി വസ്ബൈ സായിഹത്തി, അതേപോലെ തന്നെ കൈ 5 വിരലുകൾ വീതം ഉണ്ടാകും. ചില ആളുകൾക്ക് അത് 6 വിരലുണ്ടാകും. അധികരിച്ച വിരൽ നമ്മുടെ പരിധിയിൽ പെട്ടതല്ലല്ലോ, പക്ഷേ ഒഴിവാക്കാൻ പറ്റില്ല. റായത്തി, അധികരിച്ചതായ സായിദയായ വിരൽ കഴുകൽ നിർബന്ധമാണ്. ഇനി ഒരാളുടെ മുൻകൈ മുറിഞ്ഞു പോയി. ഫൈൻ കുത്തിയ ബാളു യദേഹി, ഒരാളുടെ കയ്യിൽ നിന്നും അല്പം മുറിക്കപ്പെട്ടാൽ വജദ അസ്ലു മാ ബാക്കി, ബാക്കിയുള്ള ഭാഗം കഴുകൽ നിർബന്ധമാണ്. ഔ മിൻ മിർഫക്കിഹി ഫാർസിഹി, അല്ലെങ്കിൽ മുട്ട് വരെ തന്നെ മുറിക്കപ്പെട്ടു പോയി. തോളൻ, കൈ, മുട്ട്, തലഭാഗം കഴുകണം. അത് നിർബന്ധമാണ്. ഔ മിൻ ഫൗക്കൈഹി, അതിൻ്റെ മേലോട്ട് മുറിക്കപ്പെട്ടാലോ നുദിബ അസ്ലു ബാക്കി അൽദിഹി, തോളൻ കൈയിൻ്റെ ബാക്കിയുള്ള ഭാഗം കഴുകൽ അത് സുന്നത്താണ്. എന്നാൽ ഒരാളുടെ മുൻകൈ മുറിക്കപ്പെട്ടാൽ ബാക്കിയുള്ള ഭാഗം കഴുകണം. മുട്ടുംകൈ വരെ മുറിക്കപ്പെട്ടാൽ തോളം കൈയുടെ ഭാഗം തൊട്ട് കഴുകണം. അത് നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ സുന്നത്ത് കാര്യങ്ങളും ഉണ്ട്, അത് പിന്നീട് പറയാം. വറാബിയു, 4ാമത്തേത് മസൂൽ ബാലി റസിഹി, തല അല്പം തടവലുള്ള. തല എന്നുള്ളത് പറയപ്പെടുന്ന സ്ഥലത്തായിരിക്കണം. ഫലൗ നസ്വാത്തു ഔ ബാലി, അത് കൈനെറ്റിയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, കൈനെറ്റി അത് മുഖത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല, തലയുടെ പരിധിയിലായിരിക്കും. അപ്പോൾ അത് കൈനെറ്റിയാണ്. അല്ലെങ്കിൽ തലയിലെ ഔ ബാലു ഷൈറത്തി, അല്ലെങ്കിൽ തലയിലെ മുടിയിൽ നിന്നും അല്പമാണെങ്കിലും. എങ്ങനത്തെ മുടി? സ്ത്രീകളുടെ മുടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മുൻഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നെഞ്ച് വരെ ഒക്കെ ആ മുടി ഉണ്ടാകും. അപ്പോൾ ഇതും തലയിൽ പെട്ടതാണല്ലോ എന്ന് കരുതി അവിടെ ഒന്ന് തടവിയാൽ മതി എന്നല്ല. എങ്ങനത്തെ മുടിയാണ്? ലാ യഹ്റുജു പിൽമതി, നീട്ടിക്കൊണ്ട് അത് പുറപ്പെടൂല. അൻഹദർ റസി, തലയുടെ പരിധിയെ തൊട്ട് പുറപ്പെടൂല. മിൻ ജിഹത്തി നൂറുലിഹ, ഇറങ്ങുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ മുൻഭാഗത്തേക്കാണ് മുടി ഇറക്കുന്നതെങ്കിൽ തലയുടെ പരിധിയിൽ നിന്ന് താഴേക്ക് പോകാത്തതായ മുടി തടവിയാൽ മതി. ഉദാഹരണം, ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ മുടി മുൻഭാഗത്തേക്കാക്കി താഴോട്ടായിട്ട് വാരി അദ്ദേഹത്തിനെതിരെ മൂക്കിന് നേരെ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുടി. അപ്പോൾ ആ മൂക്കിന് താഴെ തടവിക്കൊടുത്താൽ മതിയോ? പോരാ. അപ്പോൾ തല എന്ന് പറയുന്നത് തലയുടെ പരിധി അതായിരിക്കും നമ്മൾ തടവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു മുഖം കഴുകലാണ്
കൈ കഴുകലാണ്, കാല് കഴുകലാണ്, തല തടവലാണ് എന്നൊക്കെ. ഇനി തല തടവലാണ്. ഇനി തല കഴുകാൻ പറ്റുമോ? ജവാറുൽ അസ്ലിഹി. ഒരാൾ തല തടവൽ ഒഴിവാക്കി തല കഴുകൽ തുടങ്ങി, എന്നാൽ അത് ജായിസാണ്. തടവലാണ് നിർബന്ധം. കഴുകിയാൽ നിർബന്ധം വീടും. ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.